അയ്യോ വണക്കം. അങ്ങനെ നമ്മുടെ അണ്ണനായിട്ടുള്ള തളപതി വിജയ് തളപതി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ വിചാരിച്ച രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അണ്ണൻ്റെ ഫാൻസൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്നലെ വരെ കുരുവി സുമേഷ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അണ്ണൻ കുറച്ച് സീറ്റ് പിടിക്കും, നിർണായക ശക്തിയാകുമായിരിക്കും എന്നാണ്. അവിടെ നിന്നും രാവിലെ നോക്കിയപ്പോൾ അണ്ണൻ CM ആയി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. അത് കഴിഞ്ഞ് അണ്ണൻ CM ആയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഗവർണറെ പോയി കാണുന്നു, ഗവർണർ തള്ളുന്നു, വീണ്ടും പോയി കാണുന്നു, ഗവർണറെ തള്ളുന്നു, അടുത്ത തവണ പോയി കാണുന്നു, ഗവർണർ കടകടവിളയിലെന്ന് പറയുന്നു. ഇങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ അണ്ണനെ തകർക്കാനായിട്ട് DMK ADMK ഒന്നായി ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുരുവി സുമേഷൊക്കെ മറ്റേ സ്റ്റാറ്റസൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു പട തന്നെ വരുന്നു, അപ്പോൾ അണ്ണ ഒറ്റയ്ക്ക് ഇങ്ങനെ വാളുമായിട്ട് നിൽക്കുന്നു, ഈ സ്റ്റാറ്റസൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേമാർ ഒരു പടി കൂടെ കടന്ന് നമ്മുടെ ആർലേക്കർ ആണല്ലോ ഗവർണർ. ഈ ഗവർണറായിട്ടുള്ള ആർലേക്കറെ അണ്ണൻ കാണാൻ പോകുമ്പോൾ കത്തി സിനിമയിൽ അണ്ണൻ്റെ ഒരു സീനുണ്ട്. അണ്ണൻ ഇങ്ങനെ വന്നിട്ട് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ ഭീഷണിപ്പെടുത്തുന്നു. അതായത് അത് ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നു ഞാൻ ചെയ്ത് കൊടുക്കില്ല എന്ന്. അപ്പോൾ അണ്ണൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, നിന്നെ കുത്തി മലത്തും എന്ന് പറയുന്നു. നിന്നെ ഞാൻ കുത്തില്ല, കുത്തുന്നത് ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടിയെ വെച്ച് കുത്തും, അതും ഞാൻ തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് കുത്തും എന്നൊക്കെ അണ്ണൻ പറയുന്നൊരു സീനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സീൻ അണ്ണൻ അവിടെ റീക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ യവന്മാർ കാണിച്ച കെണ്ടാന്തരത്തിന് കയ്യും കണക്കൂല. എന്തായിരുന്നാലും വിജയ് തമിഴ്നാട് CM ആയി. ഇനിയാണ് വിജയുടെ മുമ്പിൽ തമിഴ്നാട് ഭരിക്കുക എന്നുള്ളൊരു അഗ്നിപരീക്ഷ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ പുഷ്പം പോലെ പിടിക്കാമെങ്കിൽ ഇത് അണ്ണൻ പിടിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നമുക്കിനി ഭാവിയിൽ വഴിയെ കണ്ടറിയേണ്ട കാര്യമാണ്. അണ്ണൻ LPG സിലിണ്ടർ കൊടുക്കുമോ, അണ്ണൻ തങ്കച്ചികളെ കാപ്പാത്തുമോ എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളും ഇനി നമുക്ക് കണ്ടറിയാനായിട്ടുണ്ട്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അണ്ണൻ്റെ പാർട്ടിയിലുള്ള MLA മാരെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, കണ്ട കൊള്ളക്കാരനെയും കള്ളുകുടിയനെയും കഞ്ചാവടിയനെയും കാവക്കാരനെയും എല്ലാം പാർട്ടിക്കകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഇപ്പോൾ മറ്റു പാർട്ടികൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണല്ലോ സത്യം പറഞ്ഞ അണ്ണൻ്റെ, അതുവഴിയാണ് ഈ വിപ്ലവം സാധ്യമായതാണെന്നാണ് ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നത്. അതുവഴിയാണ് ഈ വിപ്ലവം ഇവർ സാധിച്ചെടുത്തത്. കാരണം ഇൻസ്റ്റാഗ്രാമിലെ ജെൻസിയെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ജെൻസി റവല്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പല ആൾക്കാരും ഇതിനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇതൊരു ഇവാഞ്ചലിസ്റ്റിക് പ്രോസസ്സാണ്, ഒരു ജോഷുവ പ്രോസസ്സാണ്, ഒരു പ്രോഗ്രഷനാണ് അവിടെ നടത്തിയിരിക്കുന്നത്, എക്സ്ട്രാ ഓർഡിനറി വെഗൻസിയാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട്. ഞാനിത് മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, വിജയ് ഇപ്പോഴല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള ആ ഒരു ലാഞ്ചന വിജയിൽ വന്നത്. വിജയുടെ സിനിമകളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിജയ് സിനിമയിലേക്ക് വന്നതേ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന ആഗ്രഹം കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ പല സിനിമകളും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിജയ് MGR തന്നെയാണ് വിജയുടെ പല റെഫറൻസിലും എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ആദ്യം രജനീകാന്ത് ആയിരുന്നു. കാരണം രജനീകാന്തോളം ഉയരണം എന്ന് വിജയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ രജനീകാന്തിനെ തൊട്ടില്ല എന്നുള്ളൊരു മട്ടിലെത്തിയപ്പം വിജയ് എന്ത് ചെയ്തു, MGRനെ പതുക്കെ അങ്ങോട്ടെടുത്ത് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനാണ് അടുത്ത MGR എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം വിജയ് എന്താണ് ചെയ്തത്, വിജയുടെ മക്കൾ ഇയക്കം അല്ലെങ്കിൽ വിജയ് ഫാൻ ക്ലബ് എല്ലാം കൂടെ വിജയ് മക്കൾ ഇയക്കമാക്കി മാറ്റി. വിജയ് കോയമ്പത്തൂരിലൊക്കെ ഇവരെ ഇലക്ഷൻ നിർത്തി കൗൺസിലർമാരാക്കി, ഒരുപാട് സീറ്റുകൾ അവിടെ നേടി. വിജയ് സിനിമകൾ തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. കത്തി സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കത്തിയിൽ വെറുതെ കുറ്റിയും പറിച്ചിരിക്കുന്ന വിജയുടെ അടുത്ത് വന്ന ഒരു പെണ്ണ് ഒരാവശ്യമില്ല, ചുമ്മാ വന്നിട്ട് ചോദിക്കും കമ്മ്യൂണിസ്റ്റ് എണ്ണ എന്ന് ചോദിക്കും. അപ്പോൾ വിജയ് പറയും, ഉങ്ക വയറ് നിറഞ്ഞതുക്കപ്പുറം നീങ്ക സാപ്പിടുന്ന ഇഡ്ഡലി അത് ഇന്നൊരു പെണ്ണോടേതുമാ എന്ന് പറയും. അതായത് നിൻ്റെ വയറ് നിറഞ്ഞ ശേഷം നീ കഴിക്കുന്ന ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അത് വേറൊരുത്തൻ്റെ ഇഡ്ഡലിയാണ് എന്നാണ് വിജയ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു തെറ്റുണ്ട്, അത് വേറൊരു കാര്യം. നമുക്ക് അതൊന്നും ഡിസക്ട് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. എന്ത് കഴിഞ്ഞാലും അങ്ങനെ പറയുന്നു. വിജയുടെ ഓരോ സിനിമകളിലും കൃത്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിങ്ങനെ കൊടുത്ത് വിജയ് വിടുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാസ്റ്റർ സിനിമയിൽ വിജയുടെ ഒരു സീനുണ്ട്. മാസ്റ്റർ സിനിമയിൽ വിജയ് ആ കോളേജിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കോളേജിൽ ഇലക്ഷൻ നടക്കുന്ന സംഭവത്തിൽ വിജയ് എന്ത് ചെയ്യും, ഒരു പെണ്ണ് വന്നിട്ട് ഇലക്ഷൻ്റെ മറ്റേ ഫോം കൊണ്ടുപോകുമ്പോൾ വിജയ് ചോദിക്കും ഇതെന്ന കോളം എന്ന് വിജയ് ചോദിക്കും. അപ്പോൾ ആ പെണ്ണ് പറയും അത് റിലീജിയൻ കോളമാണ്, അപ്പം അത് വേണമ്മ എന്ന് പറഞ്ഞ് വിജയ് അതിങ്ങനെ ചുരണ്ടിയെടുക്കും. ഇവിടുന്നേ ഇത് നമുക്ക് പറിച്ചെടുക്കണം. ഇവിടുന്ന് പറിച്ചെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മതങ്ങൾ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് വിജയ് പറയുന്നത്. ഇത് പറഞ്ഞ വിജയ് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി മുട്ടിലെഴയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയി മുട്ടിലെഴയുന്നു, ദർഗയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, അങ്ങനെ സ്വന്തം നിലപാടിനോട് പോലും നീതി പുലർത്താത്തൊരു മനുഷ്യനാണ് ഇതുവരെ വിജയ് എന്നുള്ളത് ഇതുവരെയുള്ള വിജയുടെ ചെയ്തികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ പുള്ളി ഭരിക്കട്ടെ, ഇതിപ്പോൾ ഭരണം കിട്ടുക എന്നുള്ളതാണല്ലോ. സിനിമ പോലെയല്ല രാഷ്ട്രീയം, നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിൽ ഈ കിടിപിടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. കാരണം ജനങ്ങൾ സിനിമ കാണുന്നത് പോലെയല്ല രാഷ്ട്രീയം കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം.
നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദമെന്ന് പറയുന്നത് വിജയ് ആരുടെ ഏജൻ്റാണ് എന്നുള്ളതാണ്. വിജയുടെ പാർട്ടിക്കകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ, ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ ഒരു കൈകടത്തലുണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ രാജ്യത്ത് ഏതൊക്കെ പാർട്ടിയുണ്ടോ ആ പാർട്ടികൾ എല്ലാം തന്നെ പല പല ആൾക്കാരുടെ പല പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവർ രൂപീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സംഭവങ്ങളായിരിക്കും. ഈവൻ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു അമേരിക്കൻ ഗവൺമെൻറ് പോലും ലോകത്തുരുത്തിരിഞ്ഞിരിക്കുന്ന ഡീപ്പ് സ്റ്റേറ്റ് അഥവാ ഇല്ലുമിനാറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവമുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, തെളിവുമില്ല. ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിജയുടെ പാർട്ടി എടുത്തു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ സാന്റിയാഗോ മാർട്ടിന് എന്താണ് കാര്യം എന്നൊരു ചോദ്യമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, ആരുടെ ഈ സാന്റിയാഗോ മാർട്ടിൻ? കുറേ നാളായിട്ട് കേൾക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ, സാന്റിയാഗോ മാർട്ടിൻ, സാന്റിയാഗോ മാർട്ടിൻ. ആരാണിവൻ സാന്റിയാഗോ മാർട്ടിൻ? യാറവൻ എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ലോട്ടറി വ്യവസായിയാണ്. ഇദ്ദേഹത്തെ പൊതുവെ ലോട്ടറി കിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് സാന്റിയാഗോ മാർട്ടിൻ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇദ്ദേഹം ഉയർന്നു വന്നത്. പിന്നീട് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലായി, പ്രത്യേകിച്ച് സിക്കിം, നാഗാലാൻഡ്, ഭൂട്ടാൻ തുടങ്ങിയ പ്രദേശങ്ങളിലായി ബന്ധപ്പെട്ട ലോട്ടറി ബിസിനസ്സുകളിൽ വലിയ സ്വാധീനം നേടിയിട്ടുണ്ട്. ഈവൻ പൊളിറ്റിക്കൽ സ്വാധീനം വരെ, അതായത് അവിടെയുള്ള സംസ്ഥാന സർക്കാരുകളിൽ എന്ത് തന്നെ ചെയ്യാനുള്ള സ്വാധീനം സാന്റിയാഗോ മാർട്ടിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും വാർത്തകളിൽ അദ്ദേഹത്തിൻ്റെ പേര് നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം വലിയ ലോട്ടറി സാമ്രാജ്യം, അതായത് വലിയ ലോട്ടറി സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ലോട്ടറി സാമ്രാജ്യം നിർമ്മിച്ചത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാന്റിയാഗോ മാർട്ടിൻ നൽകുന്ന സംഭാവനകൾ, ഈ സംഭാവനകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ആരാണോ അയാൾ പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടി കേൾക്കും. തത്വത്തിൽ അയാളാണ് അവിടെ ഭരിക്കുന്നത്, ആ രാഷ്ട്രീയ പാർട്ടിയല്ല എന്നുള്ള രീതിയിലേക്ക് വരും. ഇയാളൊരു ബിസിനസ്മാൻ ആയിരിക്കാം, ഇയാളൊരു റിലീജിയസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇയാളൊരു ടെററിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇയാളൊരു രാജ്യവിരുദ്ധ പ്രവർത്തകനായിരിക്കും. അങ്ങനെ പലതുമാകാം. നമ്മൾ ലൂസിഫർ സിനിമയിൽ കണ്ടിട്ടില്ലേ? ലൂസിഫർ സിനിമയിൽ ഒരു പാർട്ടിയെ ഫണ്ട് ചെയ്യാൻ ആൾ വേണം. മണപ്പാട്ടിൽ എന്ന് പറയുന്ന ആ ഫിനാൻസിയറെ കൊണ്ട് ഇനി ഫണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോംബെ നാളെ വരുത്താം എന്ന് നമ്മുടെ ബോബി പറയുമ്പോഴാണ് മോഹൻലാൽ വന്നിട്ട് ബോംബെ, ഗോവ, ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല എന്ന് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നില്ലേ? അതായത് അതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പാർട്ടിയെ ഫണ്ട്, ഒരു ഡ്രഗ് മാഫിയ ഒരു പാർട്ടിയെ ഫണ്ട് ചെയ്യാൻ വന്നാൽ നമ്മുടെ കുട്ടികളുടെ സിരകളിലൂടെ ഇതുവരെ കേൾവി പോലുമില്ലാത്ത ഡ്രഗ്സ് ആയിരിക്കും ഒഴുകുന്നത് എന്നൊക്കെ അതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നത് ഇതൊക്കെ ഉദ്ദേശമാണ്. അപ്പോൾ ഒരു പാർട്ടിയെ അങ്ങനെ ആർക്കും ഫണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇയാൾ അതിഭീകരമായിട്ട് പ്രശസ്തനായിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സംഭാവനകൾ. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ED പോലുള്ള ഏജൻസികളുടെ അന്വേഷണം, ഇതിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വിവാദങ്ങളിൽ പേരുയർന്നതെല്ലാം വലിയ വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊന്നും തന്നെ കോടതി വഴി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇയാളുടെ ഒരു പിടിവള്ളി തുറുപ്പുചീട്ടെന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് പോകണം, എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ചിലത് അന്വേഷണം വിവാദ തലത്തിൽ നിൽക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിൻ എന്നുള്ളതിൻ്റെ അന്വേഷണം വിവാദ തലത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ്. ഇന്ത്യയിലെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ കമ്പനികളിൽ ഒന്നായി ഇത് വാർത്തകളിൽ വന്നിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സാന്റിയാഗോ മാർട്ടിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇയാൾ ജനിച്ചത് തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വ്യക്തിയായിട്ടാണ്. അങ്ങനെ ഇയാൾ ജനിച്ച ശേഷം ഇയാൾ എങ്ങനെ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇയാൾക്ക് പിന്നിൽ ആരാണ്? ഇയാൾ എങ്ങനെ ഇത്ര ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണായി? ഇയാൾ എങ്ങനെ വന്നു? എവിടെ നിന്ന് തുടങ്ങി? ഇപ്പം നമ്മുടെ ഈ ഫിനാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം അതാണ് ഫിനാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർ. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, SIP എങ്ങനെ തുടങ്ങാം, ഇവർ വരെ പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് കോടീശ്വരനാവണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തില്ല, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല എന്ന് നമ്മുടെ നിത്യാനന്ദ പറയുന്നത് പോലെ, ഹിമവൽ ഭദ്രാനന്ദ പറയുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യന് കോടീശ്വരനാവണമെങ്കിൽ കുറഞ്ഞത് 20 വർഷത്തെ കഠിനാധ്വാനവും ക്ഷമയും വേണം എന്നാണ് ഒരു ബേസിക് മണി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ പൊടുന്നനെ കയറി കോടീശ്വരനാവുകയായിരുന്നു. അങ്ങനെ അയാൾ കോടീശ്വരനായ ശേഷം
ഇപ്പോൾ വിജയുടെ പാർട്ടിയിൽ വിജയുടെ വലം കൈയായിട്ടുള്ള ആദവ് അർജുന, അങ്ങനെയാണ് ആ വേട്ടാവളിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവൻ ഇയാളുടെ അടുത്ത കൈയാണ്. അടുത്ത കൈ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ കനന്തിരിവും ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ വിശദമായിട്ട് പറയാം. അതായത് ഓട്ടോ ഡ്രൈവർ മുതൽ IAS ഉദ്യോഗസ്ഥർ വരെ MLA മാരായിട്ടുള്ള പാർട്ടിയാണ് ദളപതി വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്നത്. അതാണ് ആ പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ടാഗ് ലൈൻ. ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇതാണ്: ഓട്ടോ ഡ്രൈവറുണ്ട്, അണ്ണൻ്റെ ഡ്രൈവറുടെ മകനുണ്ട്, IAS ഉദ്യോഗസ്ഥനുണ്ട്, അങ്ങനെ ഒരു AAP, ഒരു തമിഴക AAP. അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് ഇതിനെ വിളിപ്പേര് വിടാനുള്ള കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ പ്രചാരണ കാലത്തുടനീളം വിജയുടെ കൂടെ ഉണ്ടായിരുന്ന മുഖമാണ് യാദവ് അർജുന എന്ന് പറയുന്ന വ്യക്തി. ഇന്ന് അയാൾ TVKയുടെ MLA ആണ്. വെള്ളിവാക്കത്ത് നിന്നും 17,000 വോട്ടിനാണ് ഇയാൾ ജയിച്ചു കയറിയിരിക്കുന്നത്. വിജയ് കഴിഞ്ഞാൽ ഇത്രയേറെ ആസ്തിയുള്ള മറ്റൊരംഗം ഈ പാർട്ടിയിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടീശ്വരനായ ആദവ് അർജുന എന്നറിയപ്പെടുന്ന ഇയാൾ ലോട്ടറി ബിസിനസ്സുകാരൻ സാന്റിയാഗോ മാർട്ടിൻ്റെ ഏക മകളുടെ ഭർത്താവാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ MLA മാർ വിജയുടെ TVKയിൽ മാത്രമല്ല ഉള്ളത്. പക്ഷേ ഭരണ നേതൃത്വത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് TVKയിലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, DMKയിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാര്യ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. സാന്റിയോ മാർട്ടിൻ്റെ മകനുണ്ട്. അവൻ ഒരു കൂതറ പാർട്ടി രൂപീകരിച്ച് അവിടെ എവിടെയൊക്കെ നിന്ന് മത്സരിച്ച് MLA ആയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ മൊത്തത്തിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. പക്ഷേ സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഏക ഭർത്താവായിട്ടുള്ള ആദവ് അർജുന വിജയുടെ വലം കൈയാണ്. ഒരുപക്ഷെ ഇന്ന് TVK അസ്തമിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിജയ് നാളെ കാലിയായി കഴിഞ്ഞാൽ ആ നേതൃസ്ഥാനത്തേക്ക് പോലും വരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് യാദവ് അർജുന എന്ന് പറയുന്നത്. എന്തൊക്കെയോ മണക്കുന്നില്ലേ? അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. തമിഴ്നാട്ടിലെ ട്രിച്ചി സ്വദേശിയാണ് യാദവ് അർജുന എന്ന് പറയുന്നത്. തീർത്തും സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഇവന്മാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സാന്റിയാഗോ മാർട്ടിനും പൊത്ത ജട്ടി ഇട്ടുകൊണ്ട് നടന്നവനാണ്. യവനും അങ്ങനെ തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ യവന്മാരെല്ലാം കയറി അങ്ങ് കോടീശ്വരന്മാരായി എന്നുള്ളതാണ്. ആ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇയാളുടെ അച്ഛൻ കർഷകനായിരുന്നു. പിന്നെ ഇയാളുടെ അമ്മയെക്കുറിച്ച് വളരെ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അവർ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു എന്നും, പക്ഷേ വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് അവർ വിവാഹശേഷം വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയെന്നുമാണ് ഈ കഥ എന്ന് പറയുന്നത്. ഒരു വരൾച്ചാ കാലഘട്ടത്തിൽ ആദവ് അർജുനയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടമായി എന്നുള്ള കഥകളൊക്കെയാണ് ഇങ്ങനെ അടിച്ചു വിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ആൾക്കാരുടെ മുമ്പിലേക്ക്. അമ്മ മരിക്കുമ്പോൾ ആദവ് അർജുനയ്ക്ക് അധികം പ്രായമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവനും മുത്തശ്ശിയും ചേർന്നാണ് ഇയാളെ വളർത്തി വലുതാക്കിയത്. ട്രിച്ചിയിലെ സ്കൂളുകളിൽ പഠനം പൂർത്തിയാക്കി ആദവ് അർജുന 10ാം ക്ലാസ് എത്തിയതും ബാസ്കറ്റ്ബോൾ കളിയിൽ പ്രാഗൽഭ്യം നേടിയെടുത്തു. സ്കൂൾ കാലഘട്ടം കടന്നതും ആദവ് ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു വിഷയം. മെറിറ്റ് സ്കോളർഷിപ്പോടു കൂടിയായിരുന്നു പഠനം. ഇന്നും ബാസ്കറ്റ്ബോൾ പ്രേമിയായ ആദവ് അർജുന കോളേജ് ഹോസ്റ്റൽ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്നും ദേശീയ ടീം അംഗമായി മാറി. 2017 സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ചുവട് മാറ്റുകയും ചെയ്തു. വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇയാൾ ആദവ് അർജുന വിജയിച്ചു കയറി. ഇദ്ദേഹത്തിൻ്റെ ആസ്തികൾ ശതകോടികൾക്ക് മേലെയുണ്ട്. അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് വേറൊരു കാര്യം. ആദവ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണക്കുകൾ പ്രകാരം ഇയാൾക്ക് 2024-2025 സാമ്പത്തിക വർഷത്തിലെ ആസ്തി 11.10, അതായത് 11.5 കോടിക്ക് ഒരു 40 ലക്ഷം കുറവ്. അങ്ങനെയുള്ള രീതിയിലാണ് ഇയാളുടെ ആസ്തികളെന്ന് പറയുന്നത്. 2020-21 വാർഷിക വരുമാനം ഇയാളുടേത് 5.89 കോടി, 6 കോടി രൂപയായിരുന്നു. 5 വർഷത്തിൽ 67.57 കോടി സമ്പാദിച്ച ബിസിനസ്സുകാരനാണ് ഇയാൾ. എങ്ങനെ സമ്പാദിച്ചു? ആർക്കും അറിയില്ല. ഭാര്യയുടെ സ്വത്തുക്കൾ ഇയാൾക്ക് വേറെ. ആദവ് അർജുനയുടെ പേരിലെ ജംഗമ വസ്തുക്കളുടെ മൂല്യം 180 കോടിയാണ്. എത്രയാണ്? 180 കോടി. സ്ഥാവര വസ്തുക്കളുടേത് 17.49 കോടിയാണ്. കൈവശം 1.69 കോടി പണമായി ഉണ്ടെന്നും ഇയാൾ ബോധിപ്പിച്ചിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ്റെ മകൾ ഡെയ്സിയുടെ ഭർത്താവാണ് ആദവ് അർജുന എന്ന് പറയുന്നുണ്ടെങ്കിലും യവൻ ഒരു യമണ്ടം പെണ്ണുപിടിയനാണ് എന്നുള്ള വലിയ കിംവദന്തികൾ ഒരുപാട് അവനെതിരെ വന്നിട്ടുണ്ട്. സാധാരണ കുടുംബത്തിൽ നിന്നും സമ്പന്നൻ്റെ വീട്ടിൽ മരുമകനായി വന്നതിൻ്റെ പേരിൽ ആദവ് നിറയെ പരിഹാസങ്ങൾ കേട്ടിരുന്നു. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കിവിടെ തോന്നുന്നുണ്ട്. സാധാരണ കുടുംബം, സാന്റിയാഗോ മാർട്ടിനെ വളർന്നു വലുതായി. അതോ ആരോ വളർത്തിയതാണോ അയാളെ? അല്ല, അയാൾ വളർന്നു വലുതായി. അങ്ങനെ ഇരിക്കട്ടെ. ഇവന് സാധാരണ കുടുംബം. ഇവൻ സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനാകുന്നു.
അതിനു മുമ്പേ ഇവനെ ആരെയോ വളർത്തുന്നു. ഇല്ല, സാധാരണ പോലെ വളർന്നതാണ്. അങ്ങനെ വളർന്ന് രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കണ്ടുമുട്ടി ഇയാൾ സാന്റിയാഗോ മാർട്ടിനെ മോളെ കെട്ടിയപ്പോൾ ഇയാൾ നിറയെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അതിനും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇയാൾ മറുപടി കൊടുത്തിട്ടുണ്ട്. താൻ പാവപ്പെട്ടവൻ തന്നെയാണെന്നും സമ്പന്നയായ ഡെയ്സിയെ പ്രണയിച്ച് വിവാഹം ചെയ്തു എന്നും ആദവ് മറയില്ലാതെ പറയുകയാണ് സുഹൃത്തുക്കളെ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എന്തുകൊണ്ട് പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യന് സമ്പന്നൻ്റെ വീടുമായി വിവാഹം നടന്നുകൂടാ എന്ന് ആദവ് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. നല്ല ചോദ്യമാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഇരുന്ന് തന്നെ നീ ചോദിക്കണം. ഒരു സമ്പന്നനായിട്ടുള്ള ദളിതൻ ഒരു പാവപ്പെട്ട അവിടെയുള്ള ദളിതൻ എന്ന് പറഞ്ഞാൽ അവൻ നല്ല പഠിത്തമുള്ളവനൊക്കെ സമ്പന്നനാണല്ലോ. ദളിതൻ ഈ ഇടയ്ക്ക് നടന്ന കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ മോൻ, അവ ഉയർന്ന ജാതി, അവളെ പ്രേമിച്ചു എന്ന കുറ്റത്തിന് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് മോളെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് വിളിച്ചു വരുത്തിയ ശേഷം മോൾക്കും അറിയില്ല, അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു. ഇതാണ് തമിഴ്നാട്ടിൻ്റെ എപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. മാറിയിട്ടില്ല. തമിഴ്നാട്ടിൽ ഇനി ഒരു ശ്രീനാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമിയോ ഒക്കെ ജനിക്കേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചോര തിളച്ച് വരും. പക്ഷേ അവിടെ പോയിട്ട് തിളച്ച് കഴിഞ്ഞാൽ അവന്മാർ അതിൽ വെള്ളം കോരി ഒഴിച്ച് കെടുത്തുകളയും. അത്ര ജാതി സ്പിരിറ്റാണ്. പക്ഷേ എന്തായാലും കുടുംബത്തിനകത്ത് തന്നെ ഈ ആദവ് എന്ന് പറയുന്ന വേട്ടവളേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. രാഷ്ട്രീയ വിമർശകനായിട്ടുള്ള മണികണ്ഠൻ വീരസ്വാമി ആദവ് അർജുനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്വിമ്മിംഗ് പൂൾ ട്രെയിനർ ആയിരിക്കവേ അവിടെ നീന്തൽ പഠിക്കാൻ വന്ന മാർട്ടിൻ്റെ മകൾ ഡെയ്സിയെ സിമ്പതിയുടെ പേരിൽ പ്രണയിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന കഥ. പക്ഷേ യുവന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വേറെ എന്തൊക്കെയാണ്. പക്ഷേ നമ്മളതൊന്നും വിശ്വസിക്കില്ല. എന്തായാലും അങ്ങനെ പ്രണയിക്കുകയും വിവാഹം ചെയ്യുകയുമായിരുന്നു എന്ന് ഇദ്ദേഹം ആരോപിച്ചു. അതായത് ഡെയ്സിക്ക് ഇവനെ കണ്ടപ്പോൾ അങ്ങ് സിമ്പതി തോന്നി. പാവപ്പെട്ട വീട്ടിലെ ചെക്കൻ, യവനെ അങ്ങ് പ്രേമിച്ച് കല്യാണം, യവനൊരു ജീവിതം കൊടുത്തു കളയാം എന്നാണ് ഡെയ്സിക്ക് തോന്നിയത്. ഇമാതിരിയുള്ള തങ്ക കട്ടികളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. എന്തായാലും ഇയാൾ ബിസിനസ്സുകാരനാണെന്നും രാഷ്ട്രീയകാര്യമായി ബന്ധമില്ല എന്നും വീരസ്വാമി പറയുന്നുണ്ട്. അളിയൻ ജോസ് ചാൾ മാർട്ടിനും ഇയാളുടെ വിമർശകനാണ്. ആരും നമ്മുടെ ആദവ് അർജുനയുടെ സംഭവം വേറൊന്നുമല്ല. യുവതികൾക്ക് റോൾസ് റോയ്സ് കാർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ഈ ആദവ് അർജുന നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ വിമർശനം. ഇവൻ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇവന് ഡിങ്കോൾഫിക്കേഷൻ ഉണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഡിങ്കോൾഫിക്കായിട്ട് ഇവൻ പോവും. അവളുമാർക്ക് കൊടുക്കണം എന്തിനൊക്കെയെന്നറിയാമോ? റോൾസ് റോയ്സൊക്കെയാണ് കൊടുക്കുന്നത്. റോൾസ് റോയ്സൊക്കെ അങ്ങനെയുള്ള സെറ്റപ്പിലാണ്. നമ്മളിവിടെ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കാനായിട്ട് ചക്രശ്വാസം വലിക്കണം. അപ്പോഴാണ് റോൾസ് റോയ്സ് കൊടുക്കുന്നത് അലവലാതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിമർശനം ഇയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾ മാധ്യമങ്ങളോട് ഇത് തുറന്നടിക്കുകയായിരുന്നു. ഇവൻ വെറും പെണ്ണുപിടിയനാണ് എന്ന് മാധ്യമങ്ങളോട് ഇയാൾ തുറന്ന് അടിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ജോസ് ചാൾസ് മാർട്ടിൻ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് വിജയുടെ വലങ്കൈയായിട്ട് നിൽക്കുന്നത് നമ്മുടെ TVKയിലും. അപ്പോൾ അങ്ങനെ ഒരാൾ വലങ്കയായിട്ട് നിൽക്കുന്ന പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പിലൊരു വിപ്ലവം സൃഷ്ടിച്ച് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും അധികാരത്തിലെത്തി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഭരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും വിജയ് ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തമിഴ്നാട്ടിൽ ഫ്രീ ബീസ് കൊടുക്കണമെങ്കിൽ തമിഴ്നാട്ടിൻ്റെ സമ്പത്തിൻ്റെ പകുതിയോളം അതിന് വേണ്ടി തന്നെ ചിലവാകും എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം തമിഴ്നാട് ഇപ്പോൾ നല്ല ഒരു പൊന്നു വിളയുന്ന ഭൂമിയാണ്. അത് മിക്കവാറും ഖജനാവ് കാലിയായി മാറും എന്നാണ് എനിക്ക് മനസ്സിലായത്. വിജയ്ക്ക് പലപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ചായവും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ഒരു വിജയോട് വല്ലാത്തൊരു അധിനിവേശവും ഞാൻ വിജയുടെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കാരണം കാറൽ മാർക്സ്, ലെനിൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചുമ്മാ റെഫറൻസ് വിജയുടെ സിനിമയിൽ വരുമായിരുന്നു. എൻ്റെ പൊന്നെണ്ണ ഒരു കാര്യം പറയാം, അടുത്ത വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാടാണ്. ഇതുവരെ തമിഴ്നാട്ടുകാർ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ല് മുറിയെ പണിയെടുക്കുമായിരുന്നു. കമ്മ്യൂണിസം എങ്ങാനും അവിടെ വന്നു കയറി കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ 35-60 കൊല്ലം കിടന്നില്ലേ, അതുപോലെ ഇനി ഇത് മാറും, ക്ഷയിച്ചു പോവും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ ക്ഷയിച്ച് നറാണക്കല്ലെടുക്കും. പക്ഷേ അങ്ങനെ വരാനുള്ളൊരു സാധ്യതയില്ല. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനവധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്ന ആ ഒരു വാചകം നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആദ്യം ആപ്ലിക്കബിൾ ആകുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലായിരിക്കുമെന്ന് തമിഴ്നാട്ടിലെ പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് എവിടെയൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അവിടെയൊക്കെ ഞാൻ അവതരിക്കുന്നു, ആദ്യം അവതരിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ ഹിസ്റ്ററി മുഴുവൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരി.